നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്സിദാസ് മെറ്റ്ഫോളിയോ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ആണ്. എന്താണ് ഈ നിർജ്ജലീകരണം? അത് ശരീരത്തിലെ ജലത്തിന്റെ അളവ് കുറഞ്ഞ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ തടസ്സപ്പെടുന്ന ഒരവസ്ഥയാണ് നിർജ്ജലീകരണം. നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ജലത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ ശരീരം നഷ്ടപ്പെടുത്തുന്ന, അതായത് ശരീരം ജലത്തിന്റെ അളവ് നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നിർജ്ജലീകരണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ നമ്മളെ ശരീരത്തിൽ നിന്നും വേർത്ത് അതുവഴി ജലം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നിർജ്ജലീകരണമായിട്ട് പറയാം. നമ്മൾ നിർജ്ജലീകരണത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 4% വരെയുള്ള നിർജ്ജലീകരണം അത്ര അപകടകരമായിട്ടുള്ള ഒരവസ്ഥ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ 5 തൊട്ട് 8% വരെയുള്ള നിർജ്ജലീകരണമാണെങ്കിൽ തലകറക്കം, ക്ഷീണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. 10% അധികമായിട്ടുള്ള ജലനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള തളർച്ച ഉണ്ടാവുകയും കൂടാതെ ദാഹം ഉണ്ടാവുകയും ചെയ്യും. 15 മുതൽ 25% വരെയുള്ള ജലനഷ്ടമാണെങ്കിൽ അത് മരണത്തിന് വരെ കാരണമാകാം. ഇനി നിർജ്ജലീകരണത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയാം. ദാഹം, തലവേദന, അസ്വസ്ഥത, പിന്നെ മൂത്രം കുറവായിരിക്കും, പിന്നെ അതുപോലെ മൂത്രത്തിൽ മഞ്ഞ നിറം കൂടുതലായിട്ട് കാണപ്പെടുക, തലവേദന, ക്ഷീണം, അപസ്മാരം, കൺഫ്യൂഷൻ, ഇങ്ങനെ തുടങ്ങി കുറെ ലക്ഷണങ്ങൾ നിർജ്ജലീകരണം ഉണ്ടായാൽ കാണിക്കുന്നതാണ്. ഇത് കൂടാണ്ട് വിശപ്പില്ലായ്മ കൂടി നിർജ്ജലീകരണ അവസ്ഥയിൽ ചില ആളുകൾക്ക് കാണപ്പെടാറുണ്ട്. ചില ആളുകളിൽ പ്രായം കൂടുന്തോറും ദാഹം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നിർജ്ജലീകരണത്തിനുള്ള ഒരു സാധ്യതയായിട്ട് മാറുകയും അവർ വെള്ളം കുടിക്കുന്ന അളവ് കുറയുകയും അത് സാധാരണയായി നിർജ്ജലീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇനി നിർജ്ജലീകരണത്തിനുള്ള കാരണങ്ങൾ പറയാം. ചൂടുള്ളതും വിയർപ്പ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൂടാതെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള താമസം അതും നിർജ്ജലീകരണത്തിനുള്ള മറ്റൊരു കാരണമാണ്. പിന്നെ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ജലനഷ്ടം ഉണ്ടാകുന്നത്, വേർപ്പ് മൂലം ജലനഷ്ടം ഉണ്ടാകുന്നത് വേറൊരു കാരണമാണ്. പിന്നെ പ്രമേഹം, അതിസാരം തുടങ്ങിയ രോഗങ്ങൾ കാരണം ജലനഷ്ടം ഉണ്ടാകുന്നത് അതും നിർജ്ജലീകരണത്തിനുള്ള മറ്റൊരു കാരണമാണ്. കൂടാതെ ചില മരുന്നുകളുടെ ഉപയോഗവും നിർജ്ജലീകരണത്തിന് കാരണമാവുന്നുണ്ട്. നിർജ്ജലീകരണം എങ്ങനെ തടയാമെന്ന് നോക്കാം. നിർജ്ജലീകരണം തടയാൻ പ്രാഥമികമായിട്ട് നമുക്ക് ദാഹം ഉണ്ടാകുന്ന സമയം വെള്ളം കുടിക്കുക എന്നതാണ് ഏക പോംവഴി. ഇപ്പോ ഒരാള് എങ്ങനെ എത്ര വെള്ളം കുടിക്കണം എന്ന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ പറഞ്ഞത് ഓരോ 25 കിലോനും, അതായത് ഒരാളുടെ ശരീരത്തിന്റെ ഓരോ 25 കിലോനും 1 ലിറ്റർ എന്ന കണക്ക് വെള്ളം കുടിക്കുക എന്നതാണ് ഒരു പ്രധാന പോംവഴി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.